സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെ ലോക്സഭയിൽ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാതെ ശശി തരൂർ എം പി. വിദേശയാത്രയിലായിരുന്ന ശശി തരൂർ ലോക്സഭയിലെത്തിയെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യാത്തതിനാൽ നിർണായക നടപടികളുടെ ഭാഗമായില്ല. ലോക്സഭയിൽ വൈകി എത്തിയതുകൊണ്ടാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനാകാത്തതെന്നാണ് കെ.സി. വേണുഗോപാലിന്റെ മറുപടി. 18ാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശശി തരൂർ ഇതുവരെയും MP സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. വിദേശയാത്രയിലായിരുന്ന MP സത്യപ്രതിജ്ഞാ ദിനത്തിൽ സഭയിൽ എത്തിയിരുന്നില്ല. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പങ്കെടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം നൽകിയ വിശദീകരണം. വിദേശയാത്ര കഴിഞ്ഞ് ദില്ലിയിലെത്തിയ ശശി തരൂരിന് നിർണായകമായ നടപടികളുടെ ഭാഗമാകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് വിപ്പും നൽകിയിരുന്നു. എന്നാൽ ലോക്സഭയിൽ നടന്ന നടപടിക്രമങ്ങളിൽ ശശി തരൂർ പങ്കെടുത്തില്ല. ശശി തരൂർ വൈകിയാണ് വന്നതെന്നും അതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാനായില്ലെന്നുമായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MPയുടെ മറുപടി. അദ്ദേഹം 2 ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു നേരത്തെ പാർട്ടി പ്രസിഡന്റിൻ്റെ അടുത്തും പിന്നെ CPP ചെയർപേഴ്സൻ്റെ അടുത്തും. അദ്ദേഹം പുറത്തു പോവുകയാണ്, അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് എത്താൻ ലേറ്റായിപ്പോയി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂരിന്റെ നിസ്സംഗതയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷം ശക്തമായി നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്തത് ദേശീയ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. BJP ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച തിരുവനന്തപുരം മണ്ഡലത്തിൽ അവസാന ലാപ്പിലാണ് ശശി തരൂർ മുന്നിൽ കടന്നത്. ശശി തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ സ്വന്തം മണ്ഡലത്തോടും പാർട്ടിയോടും കാണിക്കുന്ന നീതികേടാണെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. കൈരളി ന്യൂസ്, ദില്ലി.